യഥാർത്ഥ ജീവിതത്തിൽ വലിയ രീതിയിൽ സമ്പാദിച്ച് പിന്നീട് ഒന്നുമില്ലാത്തവരായി മാറേണ്ടി വന്ന കുറച്ച് സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ യഥാർത്ഥ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഒരു ചലച്ചിത്രം മിക്സഡ് ബൈ ഏരി. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് എറി എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കുട്ടിക്കാലം മുതലേ സംഗീതത്തോട് വല്ലാത്തൊരു അഭിനിവേശം അവനുണ്ടായിരുന്നു. എന്നും തന്റെ വീടിനടുത്തുള്ള കാസറ്റ് കടക്ക് മുന്നിൽ തങ്ങി നിന്ന് അവിടുത്തെ മ്യൂസിക് പ്രോഗ്രാമുകൾ കണ്ടും കേട്ടും അവൻ ആ ലോകത്ത് മുഴുകിക്കഴിഞ്ഞു. പെപ്പെ, ആഞ്ചലോ എന്നീ രണ്ട് സഹോദരങ്ങൾക്കൊപ്പമാണ് അവൻ വളർന്നത്. കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ വളരെ കഷ്ടത്തിലുമായിരുന്നു. മിച്ചം പിടിക്കാൻ പോലും പണമില്ലാതിരുന്നതിനാൽ പിതാവ് പാസ്കോലിനെ സഹായിക്കാൻ 3 ആൺകുട്ടികളും പലപ്പോഴും ഓരോരോ ജോലികൾക്കായി ഇറങ്ങിത്തിരിച്ചു. ചായവെള്ളം ചേർത്ത് വീര്യം കുറഞ്ഞ വിസ്കി വിക്കലായിരുന്നു അവരുടെ പിതാവിന്റെ ജോലി. ആ ജോലിയായിരുന്നു അവരും ചെയ്തത്. വീട്ടിൽ വെച്ച് വേണ്ട രീതിയിൽ പാനീയം തയ്യാറായി കഴിഞ്ഞാൽ പിതാവിനൊപ്പം അവർ മാർക്കറ്റിലേക്ക് പോകും. പിടിക്കപ്പെടുമെന്നും വലിയ കുഴപ്പത്തിലാകുമെന്നും ഭയന്ന് ആദ്യമൊക്കെ പാസ്ക്വാൽ മക്കളെ കൊണ്ടുപോകാൻ വിസമ്മതിച്ചിരുന്നതാണ്. പക്ഷേ മക്കളുടെ നിർബന്ധത്തിന് മുന്നിൽ ഒടുവിൽ അദ്ദേഹം വഴങ്ങി. മാർക്കറ്റിൽ വെച്ച് വേണ്ട രീതിയിൽ കച്ചവടം ചെയ്തു. പോലീസുകാരെയൊക്കെ ഒരു പ്രയാസവുമില്ലാതെ പറ്റിക്കാൻ ആ കുടുംബത്തിന് കഴിഞ്ഞു. ഈ 3 കുട്ടികളുടെയും സാമർഥ്യം കണ്ട് പാസ്കോലിന്റെ സുഹൃത്ത് പോലും അത്ഭുതപ്പെട്ടു. വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹമെന്ന് അദ്ദേഹം കൂട്ടത്തിലെ എറിയോട് ചോദിച്ചു. എറി പക്ഷേ ഒന്നും മിണ്ടിയില്ല. അവൻ നിശബ്ദനായിരുന്നു. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം 1985 എറി വളർന്ന് വലുതായിരുന്നു. ഒരു രാത്രിയിൽ ഒരു ബാറിൽ DJ ജോലിക്ക് അവൻ അപേക്ഷിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു. അവന്റെ രൂപമൊട്ടും ശരിയല്ലെന്നും അവന്റെ സ്റ്റേജ് നെയിം പോലും പരിഹാസ്യമാണെന്നും പറഞ്ഞ് അവർ അവനെ ഒഴിവാക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ കുട്ടിക്കാലത്ത് അവൻ സമയം ചിലവഴിച്ചിരുന്ന അതേ കാസറ്റ് കടയിൽ അവൻ ജോലിക്ക് കയറി. എന്നാൽ എറിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പല ടേപ്പുകളിൽ നിന്നുള്ള പാട്ടുകൾ പകർത്തി അവ മനോഹരമായി ബ്ലെൻഡ് ചെയ്ത് ഒരൊറ്റ കാസറ്റിൽ മികച്ചൊരു പ്ലേലിസ്റ്റ് നിർമ്മിക്കാൻ അവന് സാധിക്കുമായിരുന്നു. അത്തരത്തിൽ അവൻ ഓർഡറുകൾ പിടിച്ച് കാസറ്റ് നിർമ്മിക്കാനും മറ്റും തുടങ്ങി. ഒരു ഉപഭോക്താവിനായി കാസറ്റ് തയ്യാറാക്കുന്നതിനിടയിൽ ബാറിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ ആലോചിച്ചു. തന്റെ സ്റ്റേജ് നെയിമിൽ എന്തോ മാറ്റം വേണം. അവൻ തീരുമാനിച്ചു. DJ എറി എന്ന് അവന്റെ പേര് മാറ്റി അവൻ സ്വയം മിക്സഡ് ബൈ എറി എന്ന് പേര് കൊടുത്തു. അന്നു മുതൽ അവന്റെ കാസറ്റുകളിൽ അവനത് രേഖപ്പെടുത്താനും ആരംഭിച്ചു. അടുത്ത ദിവസം വീട്ടിലേക്കുള്ള യാത്രാമധ്യേ സമീപത്തായി ഒരു പോലീസ് ഓപ്പറേഷൻ നടക്കാൻ പോകുന്നുണ്ട് എന്ന് ആഞ്ചലോ എറിയോട് പറഞ്ഞു. വലിയൊരു മയക്കുമരുന്ന് മാഫിയയെ പിടികൂടാനുള്ള ഒരു റെയ്ഡായിരുന്നു അത്. അതൊന്ന് കാണണം എന്നറിക്കുണ്ടായിരുന്നു. പക്ഷേ വഴിയിൽ വെച്ച് അഹങ്കാരികളായ 3 കുട്ടികളുമായി അവൻ കൂട്ടിമുട്ടി. ചെറിയ വാക്കുതർക്കത്തിൽ തുടങ്ങി അത് ഫൈറ്റിലേക്ക് കടന്നു. ആ പയ്യന്മാർ ശക്തമായി അവനെ ആക്രമിച്ചു. അവനെ അടിച്ചു താഴെയിട്ടു. അവരെറിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് ആഞ്ചലോ നോക്കിക്കണ്ടിരുന്നു. അത് കണ്ടതും നിയന്ത്രണം വിട്ട ആഞ്ചലോ അവിടെ കിടന്നൊരു വസ്തുവെടുത്ത് അക്രമികളിൽ ഒരാളെ അടിച്ചു. ശക്തമായി അടിയായി അത് മാറിയിരുന്നു. ആ വസ്തുവിൽ രക്തം പുരണ്ടു. എന്തിനേറെ പറയുന്നു, അതിന്റെ പേരിൽ ആഞ്ചലോ ജയിലിലും പോയി. പിന്നീട് കുറച്ചാഴ്ചകൾക്ക് ശേഷം സഹോദരൻ പെപ്പയുടെ വിവാഹം നടന്നു. കുറഞ്ഞ സമയത്തേക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ പോലീസുകാർ ആഞ്ചലോയെ അനുവദിച്ചിരുന്നു. ജയിലിലെ ജീവിതത്തെക്കുറിച്ച് ആഞ്ചലോ എറിയോട് സംസാരിച്ചത് താൻ അതിജീവിക്കാൻ പഠിച്ച ഒരു ലോകമെന്ന നിലയിലായിരുന്നു. അവിടെ എത്തിച്ചേർന്ന താൻ വളരെ പെട്ടെന്ന് അവിടെ ഇണങ്ങിച്ചേർന്നെന്നും വലിയ കുറ്റവാളികളുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചുവെന്നും അവരുടെയൊക്കെ ബഹുമാനം നേടിയെടുത്തെന്നും അവൻ പറഞ്ഞു. തുടർന്ന് അവനിറക്കി കൃത്യമായൊരു മുന്നറിയിപ്പ് കൊടുത്തു. നിന്റെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ എന്നും ഈ കാസറ്റ് കടക്ക് കാവലിരുന്ന് ഇതേ ദിനചര്യയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അതിന് റിസ്ക് എടുക്കാൻ നീ തയ്യാറാകണം. എറി ഒന്നും മിണ്ടിയതേയില്ല. 1 വർഷം വീണ്ടും കടന്നുപോയി. ഒരു ദിവസം തന്റെ കടയിലെ സാധനങ്ങളെല്ലാം ഒഴിപ്പിക്കുന്നത് കണ്ട് എറി ഞെട്ടിപ്പോയി. കടയുടമ ആ സ്ഥാപനം മറ്റൊരാൾക്ക് വിറ്റുവെന്ന് അദ്ദേഹം എറിയോട് പറഞ്ഞു. താനിനി എങ്ങോട്ട് പോകണമെന്നറിയാതെ എറി പകച്ചു നിന്നിരുന്നു. പക്ഷേ എറിയുടെ കഴിവ് കണ്ടിരുന്ന ആ കടയുടമ അവൻ എന്നെങ്കിലും ഒരു പ്രശസ്ത DJ ആകുമെന്ന് അവനോട് പറഞ്ഞു. അവനെ ആശ്വസിപ്പിച്ചു. അന്ന് ഉച്ചകഴിഞ്ഞ് കടൽ മാർഗമെത്തുന്ന നിയമവിരുദ്ധമായ സിഗരറ്റ് പാക്കറ്റുകൾക്കായി പെപ്പയും സുഹൃത്തുക്കളും അവിടെ കാത്തുനിൽക്കുകയായിരുന്നു. അത് എത്തിയ
ഉടൻ എവിടെ നിന്നില്ലാതെ പോലീസ് അങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും അതോടെ ചിതറിയോടി. പിന്നീട് പെപ്പെ വീട്ടിലെത്തിയപ്പോ അവിടെ തന്നെ കാത്തിരിക്കുന്ന എറിയെ കണ്ടവൻ അത്ഭുതപ്പെട്ടു. ജോലി പോയ കാര്യം പറഞ്ഞ എറി തന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ടെന്ന് അവനെ അറിയിച്ചു. താൻ മിക്സ് ചെയ്യുന്ന കാസറ്റുകൾ ഒരുമിച്ച് വിൽക്കാൻ പെപ്പയെ പങ്കാളിയാക്കാൻ അവൻ ആഗ്രഹിച്ചു. പെപ്പെ ആദ്യം അത് സംശയത്തോടെയാണ് കണ്ടത്. എറിയുടെ മിക്സുകൾ വിറ്റുപോകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. പക്ഷെ അതിന്റെ കണക്കുകൾ നോക്കുമ്പോ അതത്ര പ്രോഫിറ്റബിൾ ആയി തോന്നിയില്ല. ഒരു പാട്ട് കോപ്പി ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ എടുക്കും. ഒരു കാസറ്റിൽ ഡസൻ കണക്കിന് പാട്ടുകൾ വേണം. ലാഭം ഒരിക്കലും ഇതിനായി ചിലവാക്കുന്ന സമയത്തിന് മുതൽക്കൂട്ടായിരിക്കില്ല. എന്നാൽ പെപ്പയുടെ ഭാര്യ ഒരു ചെറിയ ഉപദേശം നൽകി. പാട്ടുകൾ വേഗത്തിൽ കോപ്പി ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീൻ കണ്ടെത്തിയാലോ അത് വാങ്ങിയാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, കച്ചവടം ലാഭത്തിലുമാകും. പിറ്റേന്ന് തന്നെ അവർ മൂവരും പരസ്യങ്ങൾ നോക്കാൻ ആരംഭിച്ചു. ഒടുവിൽ അത്തരമൊരു മെഷീൻ കണ്ടെത്തി. വെറും 2 മിനിറ്റിൽ ഒരു പാട്ട് കോപ്പി ചെയ്യാൻ അതിന് സാധിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതിനത്യാവശ്യം നല്ല വില വരും. എങ്കിലും റിസ്ക് എടുക്കാൻ തന്നെ പെപ്പയും എറിയും തീരുമാനിച്ചു. പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങി എറി സ്വന്തമായിട്ട് കട തുറന്നു. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ സ്ഥലം മിക്കവാറും എല്ലാ ദിവസവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ബിസിനസ് അങ്ങ് പച്ചപിടിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഉച്ചയ്ക്ക് പെപ്പെ തിരക്കിലായിരുന്നപ്പോൾ തെരേസ എന്ന സുന്ദരിയായ യുവതി പാട്ടുകൾ അന്വേഷിച്ച് അവിടെ എത്തി. എറിയുടൻ തന്നെ ഇടപെട്ട് അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള പാട്ടുകൾ തിരഞ്ഞെടുത്ത് നൽകി. അടുത്ത തവണ വരുമ്പോ അവൾക്കായി മാത്രം പ്രത്യേകം മിക്സ് ചെയ്ത് തയ്യാറാക്കിയ ഒരു കാസറ്റ് വെക്കാം എന്നവൻ വാഗ്ദാനം ചെയ്തു. അവൾ പോയി കഴിഞ്ഞപ്പോ എറി വായുവിൽ ഒഴുകി നടക്കുകയാണ് എന്ന് പോലും അവന് തോന്നി. എന്തോ ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു താല്പര്യം അവന് തോന്നിയിരുന്നു. അന്ന് രാത്രി ആദ്യ 2 ആഴ്ചത്തെ ലാഭം അവർ ഒന്നിച്ചിരുന്ന് കണക്ക് കൂട്ടി. അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി. കടമെല്ലാം വീട്ടാനുള്ളത് അതിലുണ്ടായിരുന്നു. അതും പോരാതെ 3 ദശലക്ഷം ലിറയോളം ബാക്കിയുമുണ്ട്. ലിറ എന്ന് പറയുന്നത് യൂറോക്ക് മുമ്പ് ഇറ്റലിയിൽ ഉപയോഗിച്ചിരുന്ന കറൻസിയാണ്. അപ്പോഴാണ് എറിയ വലിയ ആഗ്രഹം പങ്കുവെച്ചത്. ബിസിനസ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആണ്. കൂടുതൽ പണം കടം വാങ്ങി ഇറ്റലിയിലുടനീളം ഈ കാസറ്റുകൾ വിറ്റാലോ? അവന്റെ ചോദ്യം കേട്ടതും പെപ്പെ ഒന്ന് ചിന്തിച്ചു. തരക്കേടില്ലാത്ത പരിപാടിയാണ്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇറ്റലി മുഴുവൻ അതങ്ങനെ വിൽക്കണമെങ്കിൽ അതിനൊരു ഗ്യാങ് തന്നെ വേണം. പെപ്പയുടൻ തന്റെ പഴയ സിഗരറ്റ് കടത്ത് സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിച്ചു. അടുത്ത ദിവസം തന്നെ പെപ്പെ അവരെ കാണാൻ വേണ്ടി എറിയെ കൊണ്ടുപോയി. സിഗരറ്റിന് പകരം ഈ കാസറ്റുകൾ വിൽക്കാൻ അവൻ അവരോട് നിർദ്ദേശിച്ചു. അത്തരത്തിൽ ചെയ്താൽ അത്യാവശ്യം കൂടുതൽ ലാഭം ലഭിക്കും. മാത്രമല്ല പോലീസിനെ പേടിച്ച് ഓടിയൊളിക്കേണ്ടതില്ല. സ്മഗ്ലിങ്ങും മറ്റുമല്ല അവർ ചെയ്യുന്നത്. അക്കാലത്ത് പകർപ്പവകാശ നിയമങ്ങൾ, അതായത് കോപ്പിറൈറ്റ് ലോസ് അങ്ങനെയൊന്നും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അധികം അത് വ്യക്തവുമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തി നിയമവിരുദ്ധവുമായിരുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കടയിലേക്ക് വരാൻ പെപ്പെ അവരോടായി പറഞ്ഞു. എന്തായാലും ബിസിനസ് വികസിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. 200 ദശലക്ഷം ലിറ കൂടി അവർ കടമെടുത്തു. മിക്സഡ് ബൈ എറി എന്ന പേരിൽ അവർ ഉൽപാദനം വർദ്ധിപ്പിച്ചു. എന്നാൽ അടുത്തയാഴ്ച സിഗരറ്റ് കച്ചവടക്കാരൊന്നും കാസറ്റ് വാങ്ങുവാനും പണം നൽകാനുമായി വന്നില്ല. എറിയും പെപ്പയും ആശയക്കുഴപ്പത്തിലായി. ആ സമയമാണ് ഒരു അപരിചിതൻ അവരുടെ കടയിലേക്ക് കയറി വന്നത്. വന്നപാടെ കടയിലെ ഫോൺ ഉപയോഗിച്ച് അയാൾ ഒരു കോൾ ചെയ്ത് അതെറിക്ക് കൈമാറി. മറുതലയ്ക്കൽ സിഗരറ്റ് മാഫിയയുടെ തലവനായിരുന്നു. തന്റെ കച്ചവടക്കാരെ തട്ടിയെടുക്കാൻ പെപ്പയും എറിയും ശ്രമിച്ചതിന് അയാൾ എറിയോട് ക്ഷുഭിതനായി. ഇനിയും ഇത് തുടർന്നാൽ കട കത്തിക്കും എന്നയാൾ ഭീഷണിപ്പെടുത്തി. സത്യം പറഞ്ഞാൽ എറി അത് കേട്ട് ഭയന്നിരുന്നു. കട തുടങ്ങിയ ശേഷം എറിയെന്ന് ആദ്യമായി ശരിക്കും ഭയന്നു നിന്നു. ആശയക്കുഴപ്പത്തിലായി. അടുത്ത ദിവസം ആഞ്ചലോ ജയിൽ മോചിതനായി. അതിന്റെ ആഘോഷത്തിന് കുടുംബം ഒത്തുചേർന്നു. ഭക്ഷണത്തിനിടയിൽ പെപ്പെ വന്ന ഭീഷണിയെക്കുറിച്ച് സംസാരിച്ചു. ആ സമയം ഒക്കെ കേട്ടിരുന്ന അവരുടെ പിതാവ് പാസ്ക്വാൽ ഒരു നിർദ്ദേശം അവർക്ക് മുന്നിലേക്ക് വെച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിർദ്ദേശം. പെപ്പയും എറിയും കൂടി ആഞ്ചലോയെ കൂടി അവരുടെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തണം. ജയിലിൽ നിന്ന് വന്ന ആഞ്ചലോ അത്യാവശ്യം കരുത്തനാണ്. മാഫിയ ബന്ധങ്ങളുണ്ട്. നിങ്ങൾക്കെതിരെ വരുന്ന ഭീഷണികളും മറ്റും നിയന്ത്രിക്കാൻ അവന് സാധിക്കും. സഹോദരങ്ങൾക്കും അത് കൊള്ളാമല്ലോ എന്ന് തോന്നി. അവർ ഒട്ടും മടിച്ചില്ല. ആഞ്ചലോയെ തങ്ങളുടെ കൂടെ കൂട്ടി. അന്ന് രാത്രി തന്നെ സഹോദരങ്ങൾക്കൊപ്പം ചേർന്ന ആഞ്ചലോ ഒരു പടക്ക നിർമ്മാണശാലയിൽ നിന്ന് വെടിമരുന്നും മറ്റും സംഘടിപ്പിച്ചു. പിന്നാലെ അവർ കുറച്ച് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി. നേരെ സിഗരറ്റ് മാഫിയയുടെ ഗോഡൌണിലേക്ക് എത്തി. അവിടുണ്ടായിരുന്ന മാഫിയ തലവനെയും സഹായിയെയും കണ്ടു. നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി. സ്ഫോടക വസ്തു ഉപയോഗിച്ച് അവരുടെ ഗോഡൌൺ തകർത്തു. തങ്ങളോട് കളിക്കാൻ വരണ്ട എന്ന വ്യക്തമായ സന്ദേശം അതിലൂടെ അവർ നൽകിയിരുന്നു. എന്തായാലും അധികം വൈകാതെ മാഫിയ തലവന്റെ ശല്യം അവസാനിച്ചു. എറിയുടെ ബിസിനസ്സിൽ അയാൾക്ക് താല്പര്യം പോലുമില്ലാതായി. അപ്പോഴേക്കും എറി തന്റെ ബിസിനസ് വലിയൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. ധാരാളം ജീവനക്കാരെയും കോടിക്കണക്കിന് ലിറ വില വരുന്ന മെഷീനുകളും സജ്ജമാക്കി. മാസങ്ങൾ മുന്നോട്ടേക്ക് പോയി. മിക്സഡ് ബൈ എറി ഒരു സാമ്രാജ്യമായി തന്നെ വളർന്നു.
പണം വളരെ വേഗം സഹോദരങ്ങളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. 3 സഹോദരങ്ങളും ഏറ്റവും പുതിയ ലംബോർഗിനി കാർ വാങ്ങാൻ മാത്രം സമ്പന്നരായി മാറി. എന്തിനേറെ പറയുന്നു, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അവർ ചെയ്യുന്നത് പൈറേറ്റഡ് കോപ്പികൾ വിൽക്കുക എന്നതാണെങ്കിൽ കൂടിയും അവരുടെ പൈറേറ്റഡ് ബ്രാൻഡ് നെയിമായ മിക്സഡ് ബൈ എറിയുടെ പൈറേറ്റഡ് കോപ്പികൾ വരെ ഇറങ്ങാൻ തുടങ്ങി. അത്രമേൽ മിക്സഡ് ബൈ എറി എന്ന ആ ലേബൽ ശ്രദ്ധ നേടിയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ആഞ്ചലോ എറിയെ തന്റെ പ്രിയപ്പെട്ട ബാറിലേക്ക് ക്ഷണിച്ചു. നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയ സമയമാണിത് എന്നവൻ എറിയോട് പറഞ്ഞു. അതായത് ഒരു DJ ആയി മാറുന്നതിനൊപ്പം മിക്സഡ് ബൈ എറി എന്ന ബ്രാൻഡിനെ അവന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം. എറിയെന്ന് അവിടുത്തെ സ്റ്റേജിലേക്ക് കയറി ചെന്നു. അവൻ സ്റ്റേജിൽ കയറിയപ്പോ ആളുകൾക്ക് അതിനോടകം തന്നെ അവനെ അറിയാമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രശസ്തനായ ഒരു DJ പോലും അവന്റെ മിക്സുകളെ പ്രശംസിച്ചു. പരിപാടിക്കിടയിൽ ജനക്കൂട്ടത്തിനുള്ളിൽ തന്നെ നോക്കി നിൽക്കുന്ന തെരേസയെ എറി നോക്കിക്കണ്ടു. ഷോയ്ക്ക് ശേഷം അവൻ അവളോട് സംസാരിക്കാൻ പോയി. അവളെന്താണ് പിന്നീട് കടയിലേക്ക് തിരികെ വരാതിരുന്നത് എന്നവൻ ചോദിച്ചു. കട മാറ്റിയ വിവരം താൻ അറിഞ്ഞിരുന്നില്ലെന്നും പഴയ കടയിൽ താൻ വന്നിരുന്നെന്നും അവൾ വ്യക്തമാക്കി. കട മാറ്റുന്ന കാര്യം തന്നോട് പറയാതിരുന്നതിലുള്ള പരിഭവവും ദേഷ്യവും അവൾ പങ്കുവെക്കുകയും ചെയ്തു. കൂട്ടത്തിൽ തനിക്കായി സ്പെഷ്യലായി ഒരു കാസറ്റ് മിക്സ് ചെയ്തു തരാം എന്നവൻ പറഞ്ഞിരുന്ന കാര്യം അവൾ അവനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എറിയവളെ തന്റെ കാസറ്റ് നിർമ്മാണ ലാബിലേക്ക് കൊണ്ടുപോയി. അവിടെ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത ചില ഗാനങ്ങൾ അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. തന്റെ തിരഞ്ഞെടുപ്പിന് പിന്നിലെ കാരണങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ തമ്മിൽ ദീർഘനേരം സംസാരിച്ചു. ആ അന്തരീക്ഷം കൂടുതൽ പ്രണയം നിറയുന്ന ഒന്നായി മാറി. എറിയവളെ ചുംബിക്കാൻ വേണ്ടി മുന്നിട്ട് ചെന്നു. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അടിയന്തരമായ ഒരു വാർത്തയുമായി പെപ്പയും ആഞ്ചലോയും കടന്നു വന്നിരുന്നു. അവിടുത്തെ അറിയപ്പെടുന്ന മാഫിയ തലവന്മാരിൽ ഒരാൾ അവരെ വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഉടൻ തന്നെ അവരെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടെ ആ 3 സഹോദരങ്ങളും ഉടനടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവർ മാഫിയ തലവന്റെ വീട്ടിലെത്തിയപ്പോൾ അകത്തേക്ക് കടന്നയുടനെ ഒരു ഫോട്ടോഗ്രാഫർ അവരുടെ ചിത്രം പകർത്തി. മാഫിയ തലവൻ ഒട്ടും സമയം കളഞ്ഞില്ല. എറിയുടെ ബിസിനസ് തന്റെ അധികാരപരിധിയിലാണ് നടക്കുന്നതെന്നും അതിനാൽ തന്റെ നിയമങ്ങൾ പാലിക്കണമെന്നും വിശദീകരിച്ചു. കാസറ്റ് ലാഭത്തിന്റെ ഒരു വിഹിതം നൽകിയാൽ പകരം അവർക്കുള്ള സംരക്ഷണം താൻ നൽകാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം വേണം എന്നായിരുന്നു എറി പറഞ്ഞത്. വീട്ടിലേക്കുള്ള യാത്രയിൽ സഹോദരങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി തർക്കിച്ചു. എറിയും ആഞ്ചലോയും മാഫിയ തലവനുമായുള്ള ആ ഇടപാട് നിരസിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ പെപ്പയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. പറ്റില്ല എന്നവർ ആ മാഫിയ തലവനോട് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അവരെ മാത്രമായിരിക്കില്ല ബാധിക്കുക. പെപ്പയ്ക്ക് അത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവരുടെ തർക്കത്തിനിടയിൽ മറ്റൊരു മാഫിയ ഗ്രൂപ്പിന്റെ കാറുകൾ അതേ മാഫിയ തലവന്റെ വീട്ടിലേക്ക് പോകുന്നത് അവർ കണ്ടു. അടുത്ത ദിവസം ആ 2 മാഫിയ ഗ്രൂപ്പും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകളെ കുറിച്ച് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് റിക്കാർഡി എന്ന പോലീസ് ക്യാപ്റ്റന് തലേ ദിവസം രാത്രി എറിയും സഹോദരങ്ങളും മാഫിയ തലവന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ലഭിച്ചു. ആ നിമിഷം മുതൽ ആ 3 മനുഷ്യർ യാഥാർത്ഥ്യത്തിൽ ആരാണെന്നറിയാൻ റിക്കാർഡിക്ക് ആകാംക്ഷ തോന്നി. എന്തായാലും മാഫിയ ശല്യത്തിൽ നിന്ന് അവരൊരു തരത്തിൽ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ഒരു വർഷത്തിനു ശേഷം 1987 തന്റെ നഗരത്തിലെ ഫുട്ബോൾ ടീമിന്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു ആഞ്ചലോ. അപ്പോഴാണ് അവരുടെ ലാബ് റെയ്ഡ് ചെയ്യപ്പെടുന്നു എന്ന സന്ദേശം പെപ്പയിൽ നിന്ന് അവന് ലഭിക്കുന്നത്. പോലീസ് അവരുടെ പല കോപ്പിയിങ് മെഷീനുകളും കണ്ടുകെട്ടിയിരുന്നു. അന്ന് ഉച്ചകഴിഞ്ഞ് സഹോദരങ്ങൾക്കിടയിൽ ഒത്തുചേർന്ന് എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി മാറിയിരുന്ന റിക്കാർഡിയായിരുന്നു അതിനു പിന്നിൽ. അവരുടെ പ്രവൃത്തികളിൽ സാങ്കേതികമായി നിയമങ്ങളൊന്നും അവർ ലംഘിച്ചിരുന്നില്ല. പൈറസിക്കെതിരെ അപ്പോഴും ഔദ്യോഗികമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് നടപടികളുമായി മുമ്പോട്ടു പോകാൻ അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം അവർ നോട്ടറിയെ കണ്ട് ഒരു കമ്പനി ഔദ്യോഗികമായി സ്ഥാപിക്കുകയും ടാക്സ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനും പോലീസിനും ഇടപെടാൻ മറ്റ് കാരണങ്ങൾ ഇനി ഉണ്ടാവരുത് എന്നതായിരുന്നു അതിനു പിന്നിലെ ലക്ഷ്യം. കൂടുതൽ സുരക്ഷിതരാകാൻ മെഷീനുകൾ സൂക്ഷിക്കുന്നതിനായി അവർ 3 വ്യത്യസ്ത അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്കെടുത്തു. 3ഇടത്തായി അവരവരുടെ മിക്സഡ് ബൈ എറി ടേപ്പുകൾ നിർമ്മിക്കാനും ആരംഭിച്ചു. അധികാരികളുമായുള്ള ഈ ഒരു കളി കാറ്റ് ആൻഡ് മൗസ് പ്ലേ പോലെയായിരുന്നു. എന്നിരുന്നാലും ബിസിനസ് നടന്നു പോകുന്നിടത്തോളം അവരതിൽ സംതൃപ്തരുമായിരുന്നു. ഒരു മാസത്തിനു ശേഷം കാര്യങ്ങൾ വീണ്ടും ശാന്തമായി മാറി. ഒരു രാത്രി പട്രോളിങ്ങിനിടയിൽ മിക്സഡ് ബൈ എറി ടേപ്പുകൾ വിൽക്കുന്ന ഒരു തെരുവു കച്ചവടക്കാരനെ റിക്കാർഡി കണ്ടു. അവ പരിശോധിച്ചപ്പോ റിക്കാർഡി ഞെട്ടിപ്പോയി. ഔദ്യോഗികമായി പുറത്തിറങ്ങാത്ത പുതിയ പാട്ടുകൾ പോലും ചില കാസറ്റുകളിലുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ റിക്കാർഡി തന്റെ സീനിയർ ഉദ്യോഗസ്ഥന് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ പൈറസി സംഘത്തെ ഉടൻ തന്നെ തടയണം എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. ഇപ്പോൾ ആരും നടപടിയെടുത്തില്ലെങ്കിൽ ഇത് കൂടുതൽ വലുതാകുമെന്നും നിയന്ത്രിക്കാൻ പ്രയാസമാകുമെന്നും
എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥർക്ക് ആ കാര്യങ്ങൾ അങ്ങനെ തോന്നിയിരുന്നില്ല. പൈറസിക്കെതിരെ അപ്പോഴും വ്യക്തമായ നിയമങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊന്നും അമിതമായി പ്രതികരിക്കേണ്ടതില്ല എന്നായിരുന്നു സീനിയറിന്റെ മറുപടി. നിരാശനായ റിക്കാർഡി തന്റെ കാറിനുള്ളിലിരുന്ന് ദേഷ്യം അലറി വിളിച്ചു തീർത്തു. മേലുദ്യോഗസ്ഥരുടെ പിന്തുണയില്ലെങ്കിലും ആ കേസ് അങ്ങനെ വിട്ടുകളയാൻ അദ്ദേഹം തയ്യാറായില്ല. അയാൾ നേരെ മിക്സഡ് ബൈ എറിയുടെ ഷോപ്പിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം എറിയെ എതിരിട്ടു. ഈ പുതിയ പാട്ടുകൾ റിലീസാവുന്നതിന് മുമ്പേ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ എറിയൊട്ടും ഭയന്നതേയില്ല. എറി പിന്മാറിയതുമില്ല. ധൈര്യത്തോടെ അദ്ദേഹത്തെ അവൻ എതിരിട്ടു. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ റിക്കാർഡിക്ക് അധികാരമില്ലെന്നും ഇതിനൊന്നും മറുപടി പറയാൻ തനിക്ക് ബാധ്യതയില്ലെന്നും അവൻ വ്യക്തമാക്കി. അത് റിക്കാർഡിയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയായിരുന്നു ചെയ്തത്. എന്നെങ്കിലും എറിയെ അഴിക്കുള്ളിലാക്കും എന്ന ആ നിമിഷം അദ്ദേഹം ശപഥം ചെയ്തു. അതേസമയം മിലാനിൽ അർത്തുറോ എന്ന കാസറ്റ് കമ്പനി സിഇഒ തന്റെ പ്രതിമാസ സെയിൽ റിപ്പോർട്ട് പരിശോധിക്കുകയായിരുന്നു. എന്തോ ഒന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കണക്കുകൾ വീണ്ടും പരിശോധിക്കാൻ അദ്ദേഹം തന്റെ ഫിനാൻസ് സ്റ്റാഫിനെ വിളിച്ചു. 5 ബില്യൺ ലിറ വിലമതിക്കുന്ന ലക്ഷക്കണക്കിന് ബ്ലാങ്ക് കാസറ്റുകൾ ഒരാൾ വാങ്ങിയിരിക്കുന്നു. അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസകരവുമായിരുന്നു. പക്ഷേ കണക്ക് ശരിയാണ്. ഓർഡർ വന്നിട്ടുമുണ്ട്. മിക്സഡ് ബൈ എറിയാണ് ആ വലിയ ഓർഡർ നൽകിയത്. അടുത്ത ദിവസം അർത്തുറോ പെപ്പയെയും എറിയെയും ആഞ്ചലോയെയും മിലാനിലെ ഗംഭീരമായ ഒരു ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. അദ്ദേഹം അവരെ ഊഷ്മളമായി സ്വീകരിക്കുകയും എന്തിനാണ് അവരെ വിളിച്ചത് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. അവർ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മിക്സഡ് ബൈ എറി അദ്ദേഹത്തിന്റെ കമ്പനിയെ മാത്രം ബ്ലാങ്ക് കാസറ്റ് വാങ്ങാനുള്ള വിതരണക്കാരായി നിലനിർത്തുകയാണെങ്കിൽ ബ്ലാങ്ക് കാസറ്റുകളുടെ സ്ഥിരമായ വിതരണം തങ്ങൾ ഉറപ്പാക്കാം എന്ന് അർത്തുറോ വാഗ്ദാനം ചെയ്തു. നിലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകാമെന്നും അദ്ദേഹം വാക്കു നൽകി. എറി ആ കരാർ അംഗീകരിച്ചു. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ സഹോദരങ്ങൾ മൂവരും വലിയ ആവേശത്തിലായിരുന്നു. ബ്ലാങ്ക് കാസറ്റുകൾ എവിടെ നിന്ന് കിട്ടുമെന്നോർത്ത് അവർക്കിനി വിഷമിക്കേണ്ടതില്ല. എല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നവർക്ക് ആ നിമിഷം തോന്നി. പക്ഷേ പെട്ടെന്നൊന്നു കണ്ട് കാർ നിർത്താൻ എറി ആവശ്യപ്പെട്ടു. കാറിൽ നിന്നിറങ്ങിയവൻ റോഡിന് കുറുകെയുള്ള ഒരു മ്യൂസിക് സ്റ്റോറിലേക്ക് ഓടിക്കയറി. സഹോദരങ്ങളും അവനെ പിന്തുടർന്നു. അവിടെ അവർ പുതിയതൊന്നു കണ്ടു. സംഗീതം സംഭരിക്കാനുള്ള മറ്റൊരു മാർഗം. അതിനെ CD എന്നാണ് വിളിക്കപ്പെടുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. ആ കാഴ്ച അക്ഷരാർത്ഥത്തിൽ അവരുടെ മുഖത്തെ ആവേശം കെടുത്തിക്കളഞ്ഞു. അന്ന് രാത്രി വീട്ടിൽ വെച്ച് എറി തന്റെ ഭാര്യ തെരേസയോട് മനസ്സ് തുറന്നു. ഇതിനിടയിൽ അവർ വിവാഹിതരായി കഴിഞ്ഞിരുന്നു. പുതിയ സാങ്കേതിക വിദ്യ അവന്റെ മനസ്സ് തളർത്തിയിരുന്നു. താൻ ഒരുപാട് കാസറ്റുകൾ ഓർഡർ ചെയ്തു പോയെന്നും ബിസിനസ് വേഗത്തിൽ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സാങ്കേതിക വിദ്യ പോകുന്ന ദിശ താൻ അവഗണിച്ചുവെന്നും അത് മണ്ടത്തരമായി പോയെന്നും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. മാനസികമായി തളർന്നേറി താൻ മിക്സഡ് ബൈ എറിയുടെ ഉടമയല്ലായിരുന്നെങ്കിൽ പോലും തെരേസ തന്നെ തെരഞ്ഞെടുക്കുമായിരുന്നോ എന്ന് അവളോടായി ചോദിച്ചു. തെരേസ അവനെ സ്നേഹത്തോടെയും തമാശയോടെയും ആശ്വസിപ്പിച്ചു. തനിക്കായി പ്രത്യേകം മിക്സ് ചെയ്തൊരു കാസറ്റ് നൽകാം എന്നെറി പണ്ട് പ്രോമിസ് ചെയ്തതാണെന്നും അതിതുവരെ നൽകിയിട്ടില്ലെന്നും അവൾ അവനെ ഓർമ്മിപ്പിച്ചു. തുടക്കം മുതൽ തന്നെ അവന്റെ പദവിയോ ബിസിനസ്സോ പണമോ അവൾ കാര്യമാക്കിയിരുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന് കാരണങ്ങൾ ആവശ്യമേയില്ലായിരുന്നു. അവളുടെ വാക്കുകൾ അവനെ ശാന്തനാക്കി. സിഡികൾ കാസറ്റ് വിൽപ്പനയെ പൂർണ്ണമായും നശിപ്പിക്കില്ല എന്നവർ ഒരുമിച്ച് പ്രത്യാശിച്ചു. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം 1991 എറിയും തെരേസയും തങ്ങളുടെ കുട്ടിയുടെ മാമോദിസ ചടങ്ങിലായിരുന്നു. ആർത്തുറോയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം എറിയുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളിൽ ഒരാളായി മാറിയിരുന്നു. ഏതാണ്ട് ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ. ചടങ്ങ് കഴിഞ്ഞ് ആർത്തുറോ തിരക്കിട്ട് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം ഇറ്റലിയിലുടനീളമുള്ള ഏറ്റവും വലിയ റെക്കോർഡ് ലേബലുകളിലെ എക്സിക്യൂട്ടീവുകളുമായി അദ്ദേഹത്തിനൊരു വലിയ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിലെ വിഷയം തുടക്കം മുതലേ വ്യക്തമായിരുന്നു. പൈറസി. വ്യവസായ പ്രമുഖർ കടുത്ത ദേഷ്യത്തിലായിരുന്നു. അവരിറക്കുന്ന ഒറിജിനൽ കാസറ്റുകൾക്കപ്പുറം പൈറസി കാസറ്റുകൾ വിറ്റുപോകുന്നു. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു മിക്സഡ് ബൈ എറിയാണ് എന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചു. അത് തടയാനുള്ള ശ്രമങ്ങളുമായി അവർ മുന്നോട്ടു പോകുന്നുണ്ടായിരുന്നു. അതുവരേക്കും അവർക്കതിലൊരു മേൽക്കൈയുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ആ മീറ്റിംഗിൽ വെച്ച് തങ്ങൾക്ക് മേൽക്കൈ ലഭിച്ചിട്ടുണ്ട് എന്നവർ പൂർണ്ണമായി പറഞ്ഞു. മാസങ്ങളോളം ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത ദിവസം മുതൽ പുതിയ കോപ്പിറൈറ്റ് ലോസ് അഥവാ പകർപ്പവകാശ നിയമങ്ങൾ പ്രഖ്യാപിക്കപ്പെടും. അതവിടെ ആ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞപ്പോ ആർത്തുറോ പെട്ടെന്ന് നിശബ്ദനായി. ആരെങ്കിലും സൂക്ഷ്മമായി ഈ വിഷയം പരിശോധിച്ചാൽ തന്റെ സ്വന്തം കമ്പനിയാണ് മിക്സഡ് ബൈ എറിയുടെ സാമ്രാജ്യത്തിന് ആവശ്യമായ ബ്ലാങ്ക് കാസറ്റുകൾ നൽകിയതെന്ന് അവർ കണ്ടെത്തും എന്ന് ആർത്തുറോ ഉറപ്പുണ്ടായിരുന്നു. അത്
തന്റെ കമ്പനിയെ ബാധിക്കുമോ എന്ന് ആർത്തുറോ ഭയപ്പെട്ടിരുന്നു. അധികം വൈകാതെ ആ വാർത്ത പരക്കാൻ തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങൾ പുതിയ പൈറസി വിരുദ്ധ നിയമത്തെക്കുറിച്ച് വാർത്തകൾ നൽകി തുടങ്ങി. മീറ്റിംഗ് കഴിഞ്ഞയുടനെ ആർത്തുറോ പുറത്തേക്കൂടി. അന്ന് രാത്രി അദ്ദേഹം ഇറിയെ കണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. അവരുടെ ബിസിനസ് ഇപ്പോൾ വലിയ അപകടത്തിലാണ്. താൽക്കാലികമായെങ്കിലും എല്ലാം അവർ നിർത്തിവെക്കണം. അതിനോടകം ഇറിയും കുടുംബവും ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്ത് മുന്നോട്ടു പോകണം. ഇല്ലെങ്കിലൊക്കെയും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഇറി ഒക്കെ കേട്ട് ശാന്തനായി തുടർന്നതേയുള്ളൂ. നിയമങ്ങൾ എത്ര കർശനമായാലും പൈറസി ഒരിക്കലും പൂർണ്ണമായി അവസാനിക്കില്ല എന്നായിരുന്നു ഇറി പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നും അവൻ കൂട്ടിച്ചേർത്തു. അതോടെ സംഭാഷണം അവസാനിപ്പിച്ച് ഇറി ആർത്തുറോയെ വീട്ടിലേക്കും അയച്ചു. പിന്നീട് ഇറി പെപ്പയെ ഒരു ബാറിൽ വെച്ച് കണ്ട് സാഹചര്യം ചർച്ച ചെയ്തു. പെപ്പയുടെ അഭിപ്രായവും മറ്റൊന്നായിരുന്നില്ല. ശരിയാണ്, പുതിയ നിയമമുണ്ട്, പക്ഷെ അത് പുതിയതാണ്. അതിലെന്തായാലും ധാരാളം പഴുതുകളും കാണും. നിയമങ്ങൾ അനുസരിച്ച് വിൽക്കുന്നവരുടെ കാസറ്റുകളും മെഷീനുകളും മാത്രമേ കണ്ടുകെട്ടുകയുള്ളൂ. മറ്റ് നിയമ നടപടികളൊന്നുമില്ല. ശിക്ഷയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇറിയെ തകർക്കണമെങ്കിൽ പോലീസിന് മൊത്തം പ്രവർത്തനം കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു പ്രധാന സാക്ഷി അവരുടെ പക്കൽ കിട്ടണം. സാധാരണഗതിയിൽ അതൊന്നും നടക്കില്ല. ബുദ്ധിപൂർവം നീങ്ങിയാൽ പിടിക്കപ്പെട്ടാലും ഇറിക്കും പാർട്ട്നേഴ്സിനും സ്വതന്ത്രരായിട്ട് നടക്കാം. അത് കേട്ടപ്പോ ഇറിയുടെ മനസ്സിന് അല്പം ആശ്വാസം തോന്നി. അവൻ തെരേസയെ വിളിച്ച് അടുത്ത ദിവസം സഹോദരങ്ങളോടൊപ്പം ദൂരെയുള്ള ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വരാൻ അവളോട് ആവശ്യപ്പെട്ടു. പക്ഷേ റിക്കാർഡി അവരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ടായിരുന്നു. ഇറിയാകട്ടെ ഇതൊന്നും മറന്നതുമില്ല. അടുത്ത ദിവസം ആ ഫെസ്റ്റിവലിൽ റിക്കാർഡിയും സംഘവും എത്തിച്ചേർന്നിരുന്നു. അവർ അടുത്തുള്ള കെട്ടിടത്തിൽ നിലയുറപ്പിച്ചു. പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇറി ഒരു ഫോൺ വിളിച്ചു. അത് നിരീക്ഷിക്കാൻ റിക്കാർഡിയുടെ ഉത്തരവിട്ടു. പുതിയ പാട്ടുകൾക്ക് വേണ്ടിയുള്ള ഇടപാടാണ് ഇറി നടത്തുന്നത് എന്നായിരുന്നു റിക്കാർഡിയുടെ ഊഹം. കയ്യോടെ പിടികൂടിയാൽ കൃത്യമായ തെളിവ് ലഭിക്കും. പക്ഷേ ഇത്തവണയും റിക്കാർഡിക്ക് തെറ്റി. ഇറി വെറുതെ തന്റെ അമ്മയെ വിളിച്ചതായിരുന്നു. ഫോൺ വെച്ച ശേഷം ആർത്തുറോ അവിടെ അടുത്തു നിൽക്കുന്നത് ഇറി ശ്രദ്ധിച്ചു. എന്തോ ഒരു പന്തികേട് അവന് തോന്നി. ആർത്തുറോ സാധാരണ ചെയ്യുന്ന പോലെ അവനെ അഭിവാദ്യം ചെയ്തില്ല. പരിചയഭാവവും കാണിക്കുന്നില്ല. അദ്ദേഹം അവിടെ വെറുതെ നിശബ്ദനായി നോക്കി നിൽക്കുകയാണ്. ഇറി ചുറ്റും നോക്കി. അവിടെ തങ്ങളെ നിരീക്ഷിക്കുന്ന അപരിചിതരായ ഒരുപാട് മുഖങ്ങൾ അവൻ നോക്കിക്കണ്ടു. ആ നിമിഷം അവന് കാര്യം ബോധ്യപ്പെട്ടു. പോലീസും മറ്റ് സംഘങ്ങളും തങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. ഒരുപക്ഷെ ആർത്തുറോ പറഞ്ഞതായിരുന്നു ശരി. താനിനി എത്ര ബുദ്ധിമാനായാലും എത്ര കാലം പോലീസിന് വെട്ടിച്ചാലും ഒടുവിൽ ഇവിടുത്തെ വ്യവസ്ഥിതി തന്നെ പിടികൂടും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് റിക്കാർഡ് കണ്ടുകെട്ടിയ മിക്സഡ് ബൈ ഇറി കാസറ്റുകളും സീഡികളും പരിശോധിച്ചു. ആ സമയം ഒരു ഉദ്യോഗസ്ഥൻ കടന്നുവന്നു പറഞ്ഞു, സാറിനെ കാത്ത് ആർത്തുറോ എന്നൊരാൾ ഓഫീസിൽ കാത്തിരിക്കുന്നുണ്ട്. ആർത്തുറോ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. മിക്സഡ് ബൈ ഇറിക്ക് പിന്നിലെ മുഴുവൻ കാര്യങ്ങളും പോലീസിനടുക്കൽ വെളിപ്പെടുത്തുക, മാപ്പ് സാക്ഷിയാവുക. പകരം പണ്ട് മുതൽ കാസറ്റുകൾ വിതരണം ചെയ്ത തന്റെ കമ്പനിക്ക് പൂർണ്ണമായ നിയമപരമായ പരിരക്ഷ, ഇമ്മ്യൂണിറ്റി അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതേ സമയം തന്നെ പെപ്പയും ഇറിയും ആഞ്ചലോയും അവരുടെ പിതാവ് പാസ്കലിനൊപ്പം ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചത്തെ വരുമാനം അവർ പരിശോധിച്ചു. ആകത്തുക 2 ബില്യൺ ലിറയിലെത്തിയിരുന്നു. തങ്ങൾ ഇത്രത്തോളം സമ്പന്നരായതിൽ അച്ഛൻ അഭിമാനമുണ്ടോ എന്ന് പെപ്പെ ചോദിച്ചു. നേരിട്ട് മറുപടി പറയുന്നതിനു പകരം പഴയ കാലത്തെ പോലെ വ്യാജമദ്യം തയ്യാറാക്കാൻ തന്നെ സഹായിക്കാൻ പാസ്കൽ ആവശ്യപ്പെട്ടു. ആ നിമിഷം അവർ ശക്തരായ ബിസിനസ്സുകാരോ പോലീസിന്റെ ലക്ഷ്യമോ ഒന്നുമായിരുന്നില്ല. ഏറെ സന്തോഷത്തോടെ കളിതമാശകൾ പറയുന്ന ഒരു കുടുംബം മാത്രമായിരുന്നു. അവർ വീണ്ടും പഴയതുപോലെ ഒരു വ്യാജമദ്യമുണ്ടാക്കി ഓരോന്നും പറഞ്ഞ് ചിരിച്ചു കളിച്ച് സമയം ചിലവഴിച്ചു. വരാനിരിക്കുന്നതിനെക്കുറിച്ച് സൂചന ലഭിച്ചതുപോലെ ഇറി താൻ ഇത്രയും കാലം അവഗണിച്ച ഒരു പ്രോമിസ് ഒടുവിൽ നിറവേറ്റി. പോലീസ് പിടികൂടുന്നതിനു മുമ്പ് തന്റെ ഭാര്യയ്ക്ക് പണ്ടുകൊടുത്തിരുന്ന ആ ഒരു പ്രോമിസ് അവൻ പൂർത്തിയാക്കി. അവൾക്കായി പ്രത്യേകം മിക്സ് ചെയ്ത കാസറ്റ് അവൻ നിർമ്മിച്ചു. അതവൾ കാണാൻ പാകത്തിന് മുറിയിൽ വെച്ചു. അന്ന് രാത്രി തന്നെ ആ 3 സഹോദരങ്ങളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർ ജയിലിലായി. അവർ ജയിലിലേക്ക് എത്തപ്പെട്ടപ്പോൾ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. മറ്റ് തടവുകാർ അവരെ വളരെ ആവേശത്തോടെയായിരുന്നു സ്വാഗതം ചെയ്തത്. അവരുടെ കാസറ്റുകളുടെ ആരാധകർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ജയിലിനകത്തു പോലും. ഏതാനും ആഴ്ചകൾക്ക് ശേഷം വിചാരണ ദിവസം വന്നു. കോടതിയിൽ കയറുന്നതിന്റെ തൊട്ടുമുമ്പ് കുറ്റം സമ്മതിക്കരുതെന്നും ഒന്നും വെളിപ്പെടുത്തരുതെന്നും അവരുടെ വക്കീൽ അവരെ ഉപദേശിച്ചു. പുതിയ നിയമത്തിന് ഇപ്പോഴും പോരായ്മകളുണ്ടെന്നും രക്ഷപ്പെടാനും ബിസിനസ് തുടരാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം വാദിച്ചു.
ചോദിച്ചു. എറി പക്ഷേ നിശബ്ദനായി ഒക്കെയും കേട്ടതേയുള്ളൂ. ഒരു വശത്ത് അവൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു, മറുവശത്ത് അവൻ സമാധാനം കൊതിച്ചിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒളിച്ചു കഴിയുകയാണ്, ഭയന്നു കഴിയുകയാണ്. അവനങ്ങേയറ്റം തളർന്നിരുന്നു. എല്ലാം വിട്ടൊഴിഞ്ഞ് സ്വസ്ഥമായി ജീവിക്കണം എന്നെറി ആഗ്രഹിച്ചു തുടങ്ങി. വിചാരണ ആരംഭിച്ചു. തെരേസ കോടതിയുടെ പിൻനിരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ജഡ്ജി കുറ്റപത്രങ്ങൾ വായിച്ചു, എല്ലാവരെയും കേൾപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറ്റം സമ്മതിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം എറിയോട് ചോദിച്ചു. എറി തിരിഞ്ഞ് തന്റെ ഭാര്യയെ നോക്കി. ആ സമയം എറിക്ക് വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെട്ടു. താൻ എന്നും ഒരു DJ ആകാൻ മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്നവൻ ലളിതമായി മറുപടി പറഞ്ഞു. ഒടുവിൽ 3 സഹോദരങ്ങൾക്കും കോടതി 4 വർഷവും 6 മാസവും തടവ് ശിക്ഷ വിധിച്ചു. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ജയിലിലായിരിക്കുന്ന സമയത്ത് എറിയെ തേടി അവിടെ വെച്ചൊരു രഹസ്യ വിവരം എത്തി. അവരുടെ നല്ലൊരു ശതമാനം പണവും ആരുമറിയാത്ത ഒരു സ്ഥലത്ത് രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അവർക്കത് കൈക്കലാക്കി വീണ്ടും പഴയതുപോലെ വളരാം. അതവരുടെ പദ്ധതിയുടെ ഭാഗവും കൂടിയായിരുന്നു. എന്നാൽ ജയിലിൽ വെച്ച് എറി മറ്റൊരു വാർത്ത കൂടി അറിഞ്ഞു. താമസിയാതെ ലിറ എന്ന കറൻസി നിർത്തലാക്കുകയും പകരം യൂറോ എന്ന കറൻസി നിലവിൽ വരികയും ചെയ്യും. അതവരുടെ പദ്ധതി ഒന്നാകെ തകിടം മറിക്കും എന്നവൻ തിരിച്ചറിഞ്ഞു. ജയിലിൽ നിന്നുകൊണ്ട് തന്നെ അവൻ വേണ്ടത് ചെയ്തു. 5 വർഷത്തിനു ശേഷം ജയിൽ മോചിതരായ ആ 3 സഹോദരന്മാരും സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. മിക്സഡ് ബൈ എറി എന്ന കമ്പനി എന്നേക്കുമായി അവർ പൂട്ടിക്കെട്ടി. കഥയുടെ അവസാനം ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. യാഥാർത്ഥ്യത്തിൽ റിലീസാവുന്നതിനു മുമ്പ് പുതിയ പാട്ടുകൾ ശേഖരിക്കാൻ അവർ ചാരന്മാരെയൊന്നും നിയോഗിച്ചിരുന്നില്ല. അത് ചെയ്തിരുന്നത് അവരുടെ പാരന്റ്സ് ആയിരുന്നു. ഫെസ്റ്റിവൽ TV-യിൽ ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ആ സമയം അവർ അതിൽ നിന്ന് പാട്ടുകൾ റെക്കോർഡ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. യഥാർത്ഥ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഹൈപ്പ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.